മറ്റേ സാധനം പറയണില്ലേ, ഇതിൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. നോ ആനിമൽസ് വർ ഹാംഡ്. ആന്റി അനിമൽസ് തമ്മിൽ എന്താ ബന്ധം? ഇവിടെ ഇൻഫ്ലുവൻസേഴ്സ് മീറ്റ് ആയിരുന്നു. ഞാൻ വെറുതെ ഞാൻ അവരുടെ കൂടെ വന്നതാ, അവരെന്റെ കൂടെ വന്നു. നിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ? ചോയ്ക്ക്. ഇല്ല. ഇപ്പൊ എനിക്ക് ഇങ്ങനെ നടക്കാൻ ഇഷ്ടം. പണ്ടുണ്ടായിരുന്നു, പക്ഷെ ബ്രേക്കപ്പ് കിട്ടിയതിന് ശേഷം ഒന്നല്ല, എനിക്ക് ഫ്രീ ആയിട്ട് സിംഗിൾ ആയിട്ട് നടക്കാനാണ് എപ്പോഴും ഇഷ്ടം. കമ്മിറ്റഡ് ആയ ഫ്രീ ആയി നടക്കാൻ പറ്റില്ല, അങ്ങനെയല്ല, മാക്സിമം ലൈഫ് എൻജോയ് ചെയ്ത് ഓരോ ദിവസം നമ്മളിങ്ങനെ കളറാക്കി എൻജോയ് ചെയ്ത് അങ്ങനെ പോവാ, അത്രേ ഉള്ളൂ. റെഡി ടു മിങ്കിൾ ആണോ? ഇപ്പൊ അല്ല, എന്നാലും ഒരുപാട് ആരാധികമാര് കാത്തിരിപ്പുണ്ട്. പിന്നെ ഇൻബോക്സ് മെസ്സേജ് വരാറില്ലേ? മെസ്സേജ് ഒക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാവും. അതിനൊക്കെ റിപ്ലൈ എടുക്കാറില്ലേ? ഇല്ല, അങ്ങനെ ചെറിയ ചെറിയ കുട്ടികളായിരിക്കും, ചിലപ്പോ 1-2 വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതായിരിക്കും. ഞാൻ എന്താന്ന് അവർക്ക് അറിയില്ലല്ലോ, അപ്പൊ അങ്ങനെ ചെയ്യുന്നതായിരിക്കാം. അങ്ങനെ അല്ല, നോക്കും, നല്ല പ്രൊഫൈലാണെങ്കിൽ നോക്കും. അത് പിന്നെ നിങ്ങൾ അങ്ങനല്ലേ, സത്യം പറ അല്ലേ? അതെല്ലാരും അങ്ങനെ. സൗന്ദര്യത്തിന് ഇഷ്ടപ്പെടുന്ന ആളാണോ? അങ്ങനൊന്നുമില്ല. സൗന്ദര്യം ബോഡി എടുത്ത ഡയലോഗ്, സൗന്ദര്യം മനസ്സിലുള്ളതല്ലേ, അതെങ്ങനെ നേരിൽ കാണുമ്പോൾ ഇല്ലാണ്ടാവുക? ആ അല്ലേ, ചില ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവും, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ചിലവൾക്ക് റെഡിയാവും, ചിലവൾക്ക് റെഡിയാവില്ല. എനിക്ക് സൗന്ദര്യമില്ല, ഞാൻ എന്റെ വേവ് ലെങ്താണ് നോക്കുന്നത്. എന്റെ വേവ് ലെങ്ത്തിന് മാച്ച് ഒരാളെ കിട്ടുകയാണെങ്കിൽ അത്ര. ഞാൻ പറയുന്ന ചളികൾക്ക് ചിരിക്കുന്ന ആളെ ഞാൻ കുറെ നേരം എടുത്ത് ചിരിക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും ഒരു ജീവിതം സെറ്റ് ആയിരിക്കുകയാണ്. ഇനി ആരും ഇൻബോക്സിൽ മെസ്സേജ് അയക്കാൻ വരരുത്. നമ്മൾ അങ്ങനെയാണോ? ഇനി ആരും ഇൻബോക്സിൽ മെസ്സേജ് അയക്കാൻ വരരുത്. വേറെ അക്കൗണ്ട് ഒരു കാമുകി വെച്ചിട്ട് അടുത്ത സെറ്റപ്പ് ഉണ്ടാക്കാൻ നോക്കുന്നതാണ്. മറ്റേ നമ്മളിങ്ങനെ പാറിപ്പറ നടക്കണേ, മറ്റേ വേണ്ട പേരെടുത്ത് പറയണില്ല, ഇല്ലട്ടോ അങ്ങനെയൊന്നുമില്ല. നമ്മളിങ്ങനെ ടിൻഡറും ബമ്പിളൊക്കെ ആയി ജീവിച്ചു പോണു. പിന്നെ അതൊക്കെ നോർമൽ അല്ലേ? ഇറ്റ്സ് നോർമൽ. ഡേറ്റിംഗ് ഉണ്ട്. ഇപ്പോ റിലേഷൻഷിപ്പിന് താല്പര്യമില്ല എന്നുള്ളൂ. കാഷ്വൽ ആവാം, കാഷ്വൽ ഇറ്റ്സ് ഫൈൻ. അതെ, ബെസ്റ്റീസ് അങ്ങനെയൊന്നും അല്ല, ജസ്റ്റ് നമുക്ക് കൂടുതൽ മിങ്കിൾ ചെയ്യാൻ തോന്നുന്നു. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ അന്താക്ഷരി കളിക്കുന്ന ഒരാള്, ഞാൻ മന്ദാര ചെപ്പുണ്ടോ പാടുമ്പോ ബാക്കി പാടുന്ന ഒരാള്, അത്ര ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതെ, ഓയോ എടുത്തു, അപ്പത്തിന് ഓയോ വരെ എത്തിയോ? വേണ്ട, ഇതിന് ഓയോ എനിക്ക് നാച്ചുറൽ ഇഷ്ടം. പാർക്ക്, ബീച്ച്, കൊടികുത്തിമലക്ക്. ഞങ്ങളുടെ നാട്ടില് കൊടികുത്തിമല മെയിൻ. കാട്ടിൽ പോവാൻ ആഗ്രഹമുള്ള കാട് കയറണ്ട. ഇതുപോലൊരു വീഡിയോ വൈറലായിട്ട് ഏഷ്യനെറ്റിൽ കാണിച്ചായിരുന്നു, സ്റ്റാർ സിംഗറിൽ ചിത്ര ചേച്ചിയുടെ ഒരു വീഡിയോ. ശരിക്കും ഭയങ്കര അഭിമാനിക്കാവുന്ന ഒരു മൊമെന്റ് ആയിരുന്നു. അത് നമ്മളൊക്കെ കുട്ടിക്കാലം മുതൽ കാണുന്ന ഒരു പരിപാടിയല്ലേ സ്റ്റാർ സിംഗർ. അപ്പൊ അതില് പാടാനുള്ള കഴിവ് ഏതായാലും ഇല്ല, പക്ഷെ അതിൽ അങ്ങനെയെങ്കിലും വരാൻ പറ്റീന്ന് ഉള്ളതിൽ അഭിമാനിക്കുന്നു, ഉറപ്പായിട്ടും അഭിമാനിക്കുന്നു. കാരണം അത്രയും വലിയൊരു ലെജൻഡിന്റെ മുന്നിൽ നമ്മൾ നിൽക്കാന്ന് പറയുന്ന വലിയൊരു കാര്യം. ഞാൻ സത്യം പറഞ്ഞ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇവരത് എങ്ങനെ എടുക്കാന്ന് എനിക്ക് അറിയില്ല, ഞാനത് വൈറലാവാൻ പോലും വിചാരിച്ചില്ല, ജസ്റ്റ് നോർമലായിട്ട് ചെയ്തതാണ് വീഡിയോ. ചിത്ര ചേച്ചി നേരിട്ട് കണ്ട സമയത്ത് ചേച്ചി പറഞ്ഞ് നന്നായിട്ടുണ്ടായിരുന്നു വീഡിയോ, അടിപൊളിയായിട്ടുണ്ടായിരുന്നു, എങ്ങനെ കോസ്റ്റ്യൂമൊക്കെ എങ്ങനെ സെറ്റാക്കി അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. സുജാത ചേച്ചി അതേപോലെ തന്നെ, ചേച്ചിനെ ഞാൻ റാൻഡമായിട്ട് കണ്ടതാ, മാരിയറ്റിൽ പോയപ്പോൾ അവിടുന്ന് കണ്ടതാണ്. അപ്പോൾ ചേച്ചി ഓടി വന്നിട്ട് പറഞ്ഞ് വീഡിയോ നന്നായിരുന്നു, അന്ന് കുറേ നേരം സംസാരിച്ച്. അപ്പോൾ അവരൊക്കെ അത്രയും വലിയ ലെജൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മളോട് ഇങ്ങനെ ഏറ്റവും കിട്ടാവുന്ന ഏറ്റവും നല്ല അല്ല, ഇതൊക്കെ തന്നെ അവരുടെ ഒക്കെ കമന്റ്സ് തന്നെ വലിയൊരു കാര്യമല്ലേ. വേറെ ആൾക്കാർ എന്തൊക്കെ നെഗറ്റീവ് ഇട്ടാലും ഇതുപോലുള്ള ആൾക്കാരെ നമ്മളെ വന്ന് സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത് വലിയൊരു കാര്യം, എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യം. ഞാൻ ലൈഫിൽ ഹാപ്പിയാ. എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്യാം. സോ അതുപോലെ നമുക്ക് വേറെ ബാക്കിയുള്ളവർ എന്ത് പറയുന്നത് നോക്കേണ്ട ആവശ്യം നമുക്കില്ലല്ലോ.
എന്നാലും ഞാൻ നോക്കി കിടക്കൊക്കെ. എന്നാലും മനസ്സിൽ എനിക്ക് വന്നിട്ട് കേറി. ഇല്ലേ? മറ്റേ ഡോറൊക്കെ അടച്ചു പോയിട്ട് എന്റെ ഭഗവതിയെ. അതാണല്ലേ പണി. അല്ല സങ്കടാവും. അതിപ്പോ ഞാൻ ഇല്ലാന്നൊന്നും പറയുന്നില്ല. ആരാണെങ്കിലും നെഗറ്റീവ് കാണുമ്പോൾ നമുക്ക് സങ്കടാവും. പക്ഷെ അതിലും വലിയ സന്തോഷം നമുക്ക് ഉണ്ടാകുമ്പോൾ തരണം ചെയ്യും, അത്രേ ഉള്ളൂ. 100 നെഗറ്റീവിലും 2 പോസിറ്റീവ് ഉണ്ടെങ്കിൽ അതല്ലേ നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലി, അത് മതി നമുക്ക് ലൈഫിൽ. അതെ. ഇപ്പൊ ഒരു ഗേൾ ഫ്രണ്ട് വൺ ആൻഡ് ഡിസ്റ്റൻസ്. സെറ്റ്. ഓക്കെ വൈൻഡപ്പ് ചെയ്യാം. വൈൻഡ്. ബൈ. ശരി, താങ്ക് യു.